ശ്രീമന്നാരായണീയം ദശകം 16 നാരായണ അവതാരവും ദക്ഷയാഗവും. ശ്ലോകം 4. ഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വസുദേവായ. അന്വാചരന്നുപദിശന്നവിമോക്ഷധർമ്മം ത്വം ഭ്രാതൃമാൻ ബദരികാശ്രമമധ്യവസി ശക്രോധത്തെ ശമതപോബലനിസ്സഹാത്മാ ദിവ്യാംഗനാ പരിവൃതം പ്രജിഘായമാരം. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു, സഹസ്രകവചൻ എന്നു പേരുള്ള ആ അസുരനെ നരനാരായണന്മാര് മാറി മാറി തപസ്സും യുദ്ധവും ചെയ്ത് അവൻ്റെ ആ ഓരോ കവചങ്ങളായിട്ട് മുറിച്ചു കളഞ്ഞ് അവനെ വധിച്ചു. അഥ സഹസ്രകവചന്റെ വധത്തിന് ശേഷം ത്വം നാരായണനായ അവിടുന്ന് ഭഗവാൻ ഭ്രാതൃമാൻ സഹോദരനായ ആ നരനോടുകൂടി മോക്ഷധർമ്മം അന്വാചരൻ ഉപദിശൻ നബി. മോക്ഷധർമ്മത്തെ സ്വയം ആചരിക്കുന്നവനും മോക്ഷധർമ്മത്തെ സ്വയം ആചരിക്കുന്നവനും പിന്നെ ഉപദിശൻ അഭി ഉപദേശിക്കുന്നവനും ആയിട്ട്, മോക്ഷമാർഗങ്ങളെ ഉപദേശിക്കുന്നവനും ആ ധർമ്മത്തെ ഉപദേശിക്കുന്നവനും സ്വയം ആചരിക്കുന്നവനും ആയിട്ട് ബദരികാശ്രമം അധ്യവത്സി ബദരികാശ്രമത്തില് വസിച്ചു. അഥ അനന്തരം ശക്രൻ ഇന്ദ്രൻ തേ അവിടുത്തെ ശമ തപോബല നിസ്സഹാത്മാ അവിടുത്തെ ശമം, അതായത് ഇന്ദ്രിയങ്ങളെ അടക്കി വയ്ക്കുക എന്നുള്ളതും തപോബലം തപസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ശക്തിയും, ഇവയിൽ രണ്ടിലും ഇവിടെ നിസ്സഹാത്മ സഹിക്കാൻ പറ്റാത്തവനായിട്ട്, ഈർഷ്യയുള്ളവനായിട്ട്, ദേഷ്യമുള്ളവനായിട്ട് ദേവേന്ദ്രൻ ഇവരുടെ ഈ തപോശക്തിയിൽ, അതുപോലെ ഇന്ദ്രിയങ്ങളെ എല്ലാം അടക്കി വച്ച് തപസ്സനുഷ്ഠിക്കുന്ന ഇവരുടെ ആ ശക്തിയിൽ സഹിക്കാൻ പറ്റാതായിട്ട് ദേവേന്ദ്രൻ ഇവരുടെ അടുത്തേക്ക് കാമദേവനെ ദിവ്യാംഗനാ പരിവൃതം ചുറ്റപ്പെട്ടവനായ സ്വർഗസുന്ദരിമാരാൽ ചുറ്റപ്പെട്ടവനായ കാമദേവനെ, അതായത് സ്വർഗത്തിലെ സുന്ദരിമാരോടുകൂടി കാമദേവനെ പ്രജിഘായ പറഞ്ഞയച്ചു. ദേവേന്ദ്രൻ കാമദേവനെ അപ്സരസ്സുകളോടൊപ്പം ഇവരുടെ അടുത്തേക്ക് പറഞ്ഞയച്ചത് ഇവരുടെ തപസ്സിന് ഭംഗമുണ്ടാക്കാനാണ്, തപസ് ഇളക്കാൻ വേണ്ടിയിട്ടാണ്. സഹസ്രകവചനെ വധിച്ച ശേഷം പിന്നീട് നരനാരായണന്മാര് മോക്ഷധർമ്മത്തെ ആചരിക്കുകയും ഉപദേശിക്കുകയും ചെയ്തുകൊണ്ട്, മറ്റുള്ളവർക്ക് ഉപദേശിക്കുകയും ചെയ്തുകൊണ്ട് ബദരികാശ്രമത്തില് താമസിച്ചു. സ്വയം ഉപദേശിച്ച ധർമ്മം സ്വയം അനുഷ്ഠിക്കുക കൂടി ചെയ്താലേ ആ ഉപദേശം ഫലപ്രദമാകുകയുള്ളൂ. ഇവിടെ ദുഷ്ടനിഗ്രഹം, മോക്ഷധർമ്മോപദേശം എന്ന രണ്ട് കാര്യങ്ങളാണ് നരനാരായണ അവതാരത്തിന് ഉള്ളത്. ഇവരുടെ തപസ്സും ആ ഇന്ദ്രിയങ്ങളെ അടക്കി കൊണ്ടുള്ള ആ ബദരികാശ്രമത്തിലെ വാസവും ഒന്നും
ഇന്ദ്രന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഈ തപസ് ഇളക്കാനായിട്ട്, തപസ്സിൽ നിന്ന് ഇവരെ മാറ്റാൻ വേണ്ടിയിട്ട് കാമദേവനെയും അപ്സര സ്ത്രീകളെയും കൂടി അവരുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു. എന്നിട്ട് എന്താണ് ഉണ്ടായത് എന്ന് അടുത്ത ശ്ലോകത്തിൽ നമുക്ക് മനസ്സിലാക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.